നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പറായ ഹൗറ കാമാഖ്യ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ്. ഇവിടുത്തെ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 6:20 നമുക്ക് പോകാനുള്ള ട്രെയിൻ പുറപ്പെടുക. ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുമായ കൊൽക്കത്തയിലെ ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇതാ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ആ ഒരു ആഡൊക്കെ കാണാം. ഇവിടെ ആകെ 23 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. സ്റ്റേഷന് മുന്നിൽ തന്നെ ഒരു ചെറിയൊരു ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ പ്രശസ്തമായ ഹൗറ പാലമൊക്കെ കാണും. നമുക്ക് പോകാനുള്ള വണ്ടി ഇന്ന് ഏത് പ്ലാറ്റ്ഫോം എന്നാണെന്ന് അറിയില്ല. എന്തായാലും അകത്ത് കയറിയ ശേഷം നോക്കാം. നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് ഇതുവരെയും റെഡി ആയിട്ടില്ല. ഇപ്പോൾ 5:45 വരെയുള്ള ആ ഒരു സമയം വരെയുള്ള പ്ലാറ്റ്ഫോമുകളെ സെറ്റായി വന്നിട്ടുള്ളൂ. മിക്കവാറും 6 തന്നെ ആകാനാണ് സാധ്യത. ഇപ്പോൾ 5:18. അങ്ങനെ നമ്മുടെ വണ്ടി വരുന്ന പ്ലാറ്റ്ഫോം ഞങ്ങൾ തന്നെ കണ്ടെത്തി. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ മുഴുവനും റെയിൽനീറിന്റെ ബോട്ടിൽസും അതുപോലെ തന്നെ പാൻട്രിക്കാരുടെ ബക്കറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട്. ഇപ്പം ഏകദേശം ധാരണയുണ്ട് ഇതിലെന്തായാലും വണ്ടി വരുള്ളൂ. 5:35 ഇപ്പോഴാണ് ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 6 ഷണ്ടിങ് ചെയ്ത് വരുന്നത്. ഇത് ഹൗറയിൽ നിന്ന് ബർദ്ധമാനിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ. അങ്ങനെ ഇതാ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പുതിയ ചരിത്രം വന്ദേ ഭാരത് സ്ലീപ്പർ കടന്നു വരികയാണ്. ലോക്കൽ ട്രെയിനിലൊക്കെ നല്ല തിരക്കാണ്. ട്രെയിൻ നമ്പർ 277575 ഹൗറ ജംഗ്ഷൻ കാമാഖ്യ ജംഗ്ഷൻ വന്ദേ ഭാരത് സ്ലീപ്പർ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 6 കടന്നു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമാണ്. ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കാണുന്നതും ഇന്നിതാ കയറാൻ പോകുന്നതും. ലുക്ക് തന്നെ പൊളിച്ച്. മേക്ക് ഇൻ ഇന്ത്യ. ഇതിന്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 11 തേർഡ് AC കോച്ചുകളാണുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് AC 4 എണ്ണം, ഒരു ഫസ്റ്റ് AC. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സെക്കൻഡ് ACയിൽ A2. ഡോറൊന്നും ഇതുവരെ ഓപ്പൺ ആവില്ല, കാരണം എല്ലാം ഓട്ടോമാറ്റിക് ഡോറുകളാണല്ലോ. എന്തായാലും ഇതിന്റെ ആ ഒരു ഡിസൈൻ പൊളിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ നോർമലി വന്ദേ ഭാരത് ഇല്ലേ, അതൊക്കെ പോലെ തന്നെയാണ്. അത് സീറ്റിംഗ് ആണെങ്കിൽ ഇത് സ്ലീപ്പർ, അതായത് ബെർത്തുകളുള്ള വണ്ടി. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തേർഡ് AC ആണ്. അല്ല, ഇത് സെക്കൻഡ് AC ആണ്, A1. ഇത് B5. എല്ലാം പല പല സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇത് A2. നമുക്ക് പോകാനുള്ള കോച്ച് ഇതാണ്. 2025 മേഡ്. ഇത് H1 ഫസ്റ്റ് AC. ഇതിലത്തെ ഏറ്റവും ലക്ഷറി കോച്ച് ഇതാണ്. ഇത് A3 തേർഡ് ACയുടെ നടുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ACയും സെക്കൻഡ് ACയും. ഇതിലത്തെ പാൻട്രി സ്റ്റാഫുകളാണ് ഇതൊക്കെ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന A2 കോച്ച്. അപ്പോൾ ഇവിടത്തേക്കൊക്കെ നമ്മൾ വരാം. നമ്മുടെ ബർത്തിന് കണ്ടുപിടിക്കട്ടെ. 29ഉം 30ഉം ആണ്. ഇവിടെയല്ല, അങ്ങ് പോകണം. എന്തായാലും അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണ്. ഇത് രണ്ടുമാണ്. ഈ 2 ബെർത്തുകളാണ് ഞങ്ങളുടെ ഇത്. സെക്കൻഡ് ACയിലെ ഈ ഒരു ക്യാബിൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ഒരു മിററൊക്കെ ഉള്ളത്. പിന്നെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പർ ബർത്തിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ റീഡിങ് ലൈറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ചാർജൊക്കെ ചെയ്യാനുള്ള പോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ തന്നെ മൊബൈൽ ഫോൺ വെക്കാനുള്ള ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ബെർത്തുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഒരു ടേബിൾ ഉണ്ട്. ഇവിടെയും നമുക്ക് കാണാം റീഡിങ് ലൈറ്റും ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഭാഗമൊക്കെ. പിന്നെ ഈ ഒരു ബെർത്ത് നമുക്ക് താത്തിടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. വന്ദേ ഭാരതിന്റെ ഫസ്റ്റ് ക്ലാസ് AC ഞങ്ങൾ വന്ന് ഇവിടുത്തെ ഈ പുറത്തെ ഒരു കാഴ്ച കണ്ട അടിപൊളിയാണ്. നല്ല ലൈറ്റിംഗ് ആണ്. ഇതൊരു കൂപ്പയാണ്.
ഈ കൂപ്പൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 ബെർത്തുകളാണ് ഉണ്ടാവുക. അതായത് 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മുറി തന്നെ പറയാം. അപ്പർ ബെർത്ത് ഉണ്ട്, ലോവർ ബെർത്ത് ഉണ്ട്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, മിററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പർ ബെർത്തിലേക്ക് ചവിട്ടി കയറാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ഡോറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പൊ പുറത്തേക്കുള്ള വിസിബിൾ ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാരൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഡോർ ഇതാ ഇങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും പിന്നെ ഇവിടത്തേക്ക് വരില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അത്രയും കംഫർട്ടബിൾ ഉള്ള ഒരു കോച്ച്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കൂപ്പേ, നോക്കിയേ നിങ്ങൾ തന്നെ പറ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അടുത്ത ഓരോ കോച്ചിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഫസ്റ്റ് എ സിയിലേക്കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെയാണ് നല്ല രസം. ഫസ്റ്റ് എ സി കോച്ചിലെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയാം. ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ടോയ്ലറ്റുകൾ ഉള്ളത്. ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് കയറുവാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഒരു വൃത്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളിയല്ലേ? നമുക്ക് ഇതുവരെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി തേർഡ് എ സിയിലേക്ക് കയറാം. B10 കോച്ചാണ് ഇത്. ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ? എല്ലാവർക്കും അറിയേണ്ടത് തേർഡ് എ സിയിലത്തെ കാഴ്ചകളാണ്. തേർഡ് എ സിയിലേക്ക് കയറുന്ന ഇവിടെ തന്നെയാണ് വാഷ് ഏരിയയും ഒരു മിററൊക്കെ ഉള്ളത്. ഇതാ ടോയ്ലറ്റ് ആണിത്. തേർഡ് എ സിയിലെ ബെർത്തുകളുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇത് ലൈറ്റിൻ്റെ ഒക്കെ സ്വിച്ചുകളാണ്. അപ്പർ ബെർത്തിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ റീഡിംഗ് ലൈറ്റ്സും ചാർജിങ് പോയിന്റുകളൊക്കെ കാണാം. മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. ഇപ്പോൾ 2 ഭാഗത്തും കാണാം. മിഡിൽ ബെർത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാം. പിന്നെ ലോവർ ബെർത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ അവിടെയും കാണാം. ഇതിലെത്തിയും പില്ലോ അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. ബ്ലൈൻഡ് ഇവിടെയാണ് വരുന്നത്. താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ ആക്കാം. പിന്നെ സൈഡ് ലോവർ, സൈഡ് അപ്പർ. സൈഡ് ലോവറിൻ്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെയാണ് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ സൈഡ് അപ്പറിൻ്റെ മുകളിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മുടെ തലയിന്നും പെട്ടെന്ന് അവിടെ വന്ന് മുട്ടൂല. ആ ഒരു കാര്യം വന്ദേ ഭാരത് സ്ലീപ്പറിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൈഡ് അപ്പറിൻ്റെ അവിടെ ചാർജിങ് പോയിന്റും അതുപോലെ തന്നെ റീഡിംഗ് ലൈറ്റ്സും കാണാം. സൈഡ് ലോവറിൻ്റെ ഇവിടെയും റീഡിംഗ് ലൈറ്റ്സും ചാർജിങ് പോയിന്റും കാണാം. പിന്നെ സീറ്റ് നമ്പറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ഇങ്ങനെയാണ്. വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് വന്ന് ഇനി ട്രെയിൻ പുറപ്പെടാൻ 10 മിനിറ്റും കൂടി ഉണ്ട്. ഈ ഒരു ക്യാബിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? ഇതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റൊക്കെ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇനി നമുക്കിതിൻ്റെ ഓരോ കോച്ച് വഴി നടക്കാം. അതായത് ഉള്ളിലൂടെ നടക്കാം. കോച്ചിലേക്ക് കയറി വരുന്ന ഇവിടെ തന്നെയാണ് ഈ അറ്റൻഡേഴ്സിന് കടക്കാനുള്ള ബെർത്തും സെപ്പറേറ്റ് ആയിട്ട് റെയിൽവേ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. തേർഡ് എ സി വഴി നടന്നു പോവാം. നമ്മുടെ കോച്ച് എത്താൻ ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഓട്ടോമാറ്റിക്കാണ്, എന്നാലും അത് തുറന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഒരു വട്ടം നിൽക്കിയാൽ മതി. ഇതിലൂടെ നടന്നു പോകാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. ലൈറ്റൊക്കെ കാണുന്നില്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ടച്ച് തന്നെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ. ഇവിടെ പാൻട്രീൻ്റെ ആ ഒരു പരിപാടികളൊക്കെ തന്നെയാണ്. ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു കോച്ച് ഉണ്ട് കേട്ടോ. അതായത് ഇത് തേർഡ് എ സി ആണ്. തേർഡ് എ സി നമ്മൾ 2 പേരും എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഭാഗത്താണ് കിട്ടുക. ഫസ്റ്റ് ക്ലാസ് എ സി വഴി നടക്കാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രസം. എനിക്ക് ഈ ഒരു വഴിയില്ലേ, ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഒരു ദിവസം ഞങ്ങളും ഫസ്റ്റ് എ സിയിലേക്ക് യാത്ര പോകും. അനൗൺസ്മെന്റ്, വണ്ടി പുറപ്പെടാനുള്ള സമയമായി. ഇത് പിന്നെ നേരെ പോയി എത്തുന്നത് നമ്മുടെ കോച്ചിലേക്ക് തന്നെയാണ്. നമ്മുടെ കോച്ചിലും നല്ല തിരക്ക് വന്നു. നിങ്ങളുടെ ബെർത്ത് ഇതാ ഇവിടെ ഇതാ. ഇനിയിപ്പം ഇവിടെ ഇരിക്കാം. ഇനി ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. വന്ദേ ഭാരത് സ്ലീപ്പർ വന്ന സമയത്ത് തന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ടിക്കറ്റ് ഓപ്പൺ ആയത്. ആ സമയത്ത് തന്നെ കയറി ഞങ്ങൾ ആപ്ലിക്കേഷൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്.
സെക്കൻഡ് AC എടുക്കുന്ന സമയത്ത് അവൈലബിൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് AC എന്താ പറയുക, ആ ടിക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ വെയിറ്റ് ലിസ്റ്റ് ആയി. കാരണം അത്ര ഡിമാൻഡ് ഉള്ളത് ഇതിൽ ഫസ്റ്റ് AC-ക്കാണ്. അതുപോലെ തന്നെ ഫെയർ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച്. അത് ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് AC ഇപ്പം 3145 രൂപയാണ് ഹൗഡയിൽ നിന്ന് കാമാക്യ വരെ വന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ തേർഡ് AC-ക്ക് വരുന്നത് 2435 രൂപയാണ്. ഇതിൽ ഏറ്റവും ഹയർ ക്ലാസ് വരുന്ന ഫസ്റ്റ് AC-ക്ക് വരുന്നത് 3855 രൂപയാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക, ഫുഡും കൂടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഫുഡ് ഇപ്പം നിലവിൽ ഇപ്പം വെജാണ് പറഞ്ഞത്, നോൺ വെജ് ഇപ്പം ഇതിൽ ഓപ്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാമല്ലോ. അത് ഓട്ടോമാറ്റിക് ഡോർ ഇതാ ക്ലോസ് ആവുകയാണ്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഇതാ കറക്റ്റ് 6:20 തന്നെ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടു. ഹൗറയ്ക്കും കാമാക്കിടയിൽ ഈ ട്രെയിൻ ആകെ 13 സ്റ്റോപ്പുകളാണുള്ളത്. ഈ ട്രെയിൻ പോയ ഉടനെ തന്നെ ഇവിടെ ഒരു എക്സ്പ്രസ് ട്രെയിൻ വരാനുണ്ട്. അതിൽ അണ്ടർസൗണ്ടിലൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് അവിടെ കണ്ടത്. ക്യൂ ആണ്. A2 കോച്ചിലെ ടോയ്ലറ്റിൻ്റെ ഒരു കാഴ്ച ഇതാണ്. നല്ല ലൈറ്റിംഗ് ആണ്, അതോടൊപ്പം തന്നെ നല്ല വൃത്തിയാണ്. ഇവിടെ നല്ലൊരു മിറർ കാണാം. വാഷ് ഏരിയ ഇവിടെയാണ്, ഹാൻഡ് വാഷ് ഇവിടെയാണ്, ഹാൻഡ് ഡ്രയർ ഇവിടെയാണ്. എന്തുകൊണ്ട് നമ്മുടെ നോർമലി വന്ദേ ഭാരത് ഇല്ലേ, അതിനെപ്പോലെ തന്നെയാണ്. അത്ര നീറ്റാണ് ടോയ്ലറ്റ് ഒക്കെ. ട്രെയിൻ പുറപ്പെട്ട ഉടനെ തന്നെ ഇതാ 1 ലിറ്ററിന്റെ വെള്ളം കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നില്ലേ, ഈ ട്രെയിനിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, ബുക്ക് ചെയ്യുന്ന സമയത്ത് വെജ് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്ന് തരുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചു ഫുഡ് ഏതാണ് വേണ്ടത് ചോദിച്ചു. വെജ് ആണോ നോൺ വെജ് ആണോ ചോദിച്ചു. ഞങ്ങളതിൽ ഒരാൾ നോൺ വെജും ഒരാൾ വെജുമാണ് കൊടുത്തത്. വണ്ടി ഇപ്പോഴാണ് ഇതാ സ്പീഡ് എടുത്ത് തുടങ്ങിയത്. എന്തായാലും ഇതിൻ്റെ സ്പീഡൊക്കെ എത്ര കയറുന്നത് നമുക്ക് നോക്കണം. ഇതിൻ്റെ അകത്തൂടെ തന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. TT ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന 29:30 വളരെ സിമ്പിൾ അല്ലേ. बेंडल जंक्शन स्टेशन पर पहुंचने वाली है. അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് കളറിൽ ലൈറ്റ് ഒക്കെ ഇടാട്ടാ. ഇവിടെ കാണുന്നില്ലേ, ട്രെയിൻ ഇപ്പോൾ ബണ്ടൽ എന്നൊരു സ്റ്റേഷനിലെത്തി. 6:59. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഇത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ബണ്ടൽ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തേ. ഇതിന്റെ സ്പീഡ് പെട്ടെന്നാണല്ലേ കയറുന്നതല്ലേ, പെട്ടെന്ന് തന്നെ കൂടുതൽ. ഞാൻ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് ഓൺ ആവണ്ടേ. നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ചില സമയത്ത് ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രശ്നമാണ്. ഇപ്പൊ എത്രയിൽ പോകുന്നു? അല്ല, സ്പീഡ് കയറി വരട്ടെ. ഇപ്പൊ 7-ലാണ് പോകുന്നത്, 10 ഇപ്പൊ സ്റ്റേഷൻ ഒന്ന് കുറച്ച് കഴിയണം, എന്നാൽ മാത്രമേ ആ ഒരു സ്പീഡ് കയറി വരുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, വണ്ടി എടുക്കുന്നത് എന്തൊരു സ്മൂത്ത് അല്ലേ, നല്ല സ്മൂത്ത്. ഒന്നും പറയുന്നില്ല. അതാ എന്തോ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സൂപ്പോ അല്ലെങ്കിൽ ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവർ ഈ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു സാധനമാണേ. എന്താണ് കിട്ടുക നോക്കാം. പിന്നെ RPM ഒക്കെ ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്തൂടെ ഇപ്പൊ വരുന്നത് ചായയും അതുപോലെ തന്നെ കോഫിയൊക്കെയാണ്. ഞങ്ങൾ 2 ചായ പറഞ്ഞു. പിന്നെ കോഫി വേണോ? കോഫി നിനക്കെന്താ വേണ്ട? ചായ മതിയില്ലേ? നിനക്കെന്താണോ തന്നെ മതി. എനിക്ക് ചായ പറഞ്ഞു ഓൾറെഡി. ശരിക്കും ഇവരെ കൊണ്ടുവരുന്ന ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൃത്തിയാണ്. പിന്നെ ഈ ഒരു സ്റ്റാഫുകളായാലും നല്ല ഫ്രണ്ട്ലി ആണ്. അതൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 2 ചായ വാങ്ങിച്ച്, പക്ഷെ അതിന്റെ പേയ്മെന്റ് കൊടുക്കണം കേട്ടോ. ഇത് ഫ്രീ അല്ല. 2 ചായയും കൂടെ 36 രൂപ. ഞാൻ നേരത്തെ ഈ ഒരു ചായയും കോഫിയൊക്കെ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ചായക്ക് ഞങ്ങളിപ്പോൾ 18 രൂപയാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതായൊരു ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. എക്സ്ട്രാ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ കോച്ചിലത്തെ ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു ചായ വാങ്ങിച്ചു. കാരണം ഈ കോച്ചിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. സെക്കൻഡ് AC ആണല്ലോ. അപ്പോൾ എന്തായാലും IRCTC ഒക്കെ ഇതൊക്കെ കാണുവാണെങ്കിൽ എന്തായാലും ഈ ഒരു സമയത്ത് ഒരു ചായയും ഒരു ബിസ്ക്കറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ല കാര്യമാണ്. 7:45 ട്രെയിൻ ഇപ്പോൾ നബത്തി ഡാം എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തി.
ഇവിടെയൊക്കെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നല്ല തണുപ്പാണിപ്പോൾ. ഈ കോച്ചിലൊന്നും അധികം ആൾക്കാരെ കയറാനുണ്ടായിരുന്നില്ല. ഇത് പശ്ചിമ ബംഗാളിലൊരു പുണ്യ സ്ഥലമാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയൊക്കെ. ഈ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് പുറത്തിറങ്ങാനേ ഒരു മടി, പെട്ടെന്ന് ക്ലോസ് ആയാലോ എന്ന്. 2 മിനിറ്റ് ഉണ്ടെങ്കിൽ കൂടി പേടിയാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലോ, 800 കിലോമീറ്റർ മുതൽ 1200 കിലോമീറ്റർ ആകെയുള്ള നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത എയർ കണ്ടീഷനോട് കൂടിയ സ്ലീപ്പർ ട്രെയിനുകളാണ്. മണിക്കൂർ 180 കിലോമീറ്റർ സ്പീഡാണ് ഈ ട്രെയിൻ ഓടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു റൂട്ടിലെ ഇതിലേതായാലും 150 കിലോമീറ്റർ ഒന്നും പോകില്ല കേട്ടോ, അത് വേറെ കാര്യമാണ്. അപ്പോൾ 150 കിലോമീറ്ററിന്റെ രീതിയിൽ പോകാനുള്ള പാത വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പറയുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആ വേഗതയിൽ തന്നെ പോകും. അതുപോലെ തന്നെ ഇത് രൂപകൽപ്പന ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. അതായത് BEML ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പുറത്തിറക്കിയെന്ന് വേണം പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇതിൽ 16 കാറുകളാണ് ഉള്ളത്. അതോടുകൂടി തന്നെയാണ് പുറത്തിറക്കിയതും. അപ്പോൾ ഈ ഒരു 16 കാറിൽ, അതായത് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു വന്ദേ ഭാരത് സ്ലീപ്പറിൽ തന്നെ 823 യാത്രക്കാർക്കാണ് ആകെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുക. അത് ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് AC വരുന്നത് 24 യാത്രക്കാരാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സെക്കൻഡ് AC 188ഉം തേർഡ് AC വരുന്നത് 611 ആണ്. അപ്പോൾ ഈ ഒരു 16 ക്ലാസ്സുകളോട് പുറത്തിറക്കിയതെന്ന് പറയുമ്പം മാക്സിമം ഇനിയിപ്പം കൂടുതൽ യാത്രക്കാർക്കും അതുപോലെ തന്നെ നല്ല പ്രിയോറിറ്റിക്ക് വരുവാണെങ്കിൽ 16 വീണ്ടും ഉയർത്തിയേക്കാം. 8:13 ട്രെയിൻ ഇപ്പോൾ കട്ട്വ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. 4 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. അപ്പോൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കിട്ടും. അതൊക്കെ എന്താണെന്നൊക്കെ നോക്കണം. സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെ ഇതാ ഡിന്നർ കൊണ്ടുവന്ന് തന്നു. ഇത് വെജും ഇത് നോൺ വെജും ആണ്. പിന്നെ ഈ പാക്കറ്റിൽ തന്നെ ബംഗാൾ ആൻഡ് ആസാം എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു സ്റ്റിക്കറൊക്കെ കാണാം. കാരണം 2 സംസ്ഥാനങ്ങൾ വഴിയുള്ള ഒരു ട്രെയിനാണല്ലോ ഇത്, അതുകൊണ്ട് ആ 2 പേരും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തായാലും നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് റൊട്ടിയൊക്കെ തന്നെയാണ്. ഇതിനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് നോക്കാം. ഡിന്നറിൽ ഇതാ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തരുന്നത്. ആദ്യം തന്നെ നോൺ വെജിൽ നിന്ന് തുടങ്ങാം. ഇത് ചിക്കൻ കറിയാണ്, ചെറിയ പീസുകളിലാണ് ചിക്കൻ കറി വരുന്നത്. പിന്നെ ഇത് ഒരു വെജ് കറിയാണ്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. പിന്നെ ഇവിടെ ഗുലാബ് ജാമുൻ ഉണ്ട്. ഇത് പിന്നെ പരിപ്പ് കറിയാണ്, അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ പരിപ്പ് കറി ഉണ്ട്. ഇത് ബസുമതി റൈസാണ്. റൈസ് അത്യാവശ്യം കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം വെജിലേക്ക് വരുവാണെങ്കിൽ ഗുലാബ് ജാമുൻ ഉണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയുണ്ട്, പരിപ്പ് കറി ഉണ്ട്. ഇത് പനീറാണ്, ഇതാ കുറച്ച് പനീറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെയിം നേരത്തെ കണ്ടതുപോലെ തന്നെ റൈസ്, ബസുമതി റൈസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 പേർക്കും റൊട്ടി കൂടെ തരുന്നുണ്ട്. 2 റൊട്ടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കട്ട്ലറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ അച്ചാറുണ്ട്, സാൾട്ടും പെപ്പറും ഉണ്ട്. റൈസിലേക്ക് കുറച്ച് പരിപ്പ് കറി എടുക്കാം. എന്നിട്ട് പരിപ്പ് കറിയൊക്കെ നല്ല ഹാർഡ് തന്നെയാണ് കേട്ടോ, ചൂടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ ഈ ഒരു ഗ്രേവി കൂടി എടുക്കാം. കറീൻ്റെ മസാലയൊന്നും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എരിവാണ്, കറിയില്ലേ നല്ല എരിവാണ്. അപ്പോൾ ഇതെന്തായാലും കഴിക്കുന്നില്ല, പരിപ്പും ചിക്കൻ കറി മാത്രം മതി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ ഇതാ മുർഷിദാബാദ് ജില്ലയിലെ അസീംഗഞ്ച് ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. നമ്മുടെ ട്രെയിനിൻ്റെ ഹോണടി തന്നെയാണത്. ഇപ്പോൾ ഇത് ക്ലോസ് ആവും. വണ്ടി ഓൺ ടൈം തന്നെയാണ്, അതോടൊപ്പം തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ വണ്ടി എടുക്കും. മനു ഇവിടെ കാറ്ററിംഗിന്റെ ഫീഡ്ബാക്ക് എഴുതിക്കൊണ്ടിരിക്കുവാണേ. മനു എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഒരു ആവറേജ് എന്ന് പറയാം. ഞങ്ങളുടെ ബെർത്തിൽ വിരിച്ച് സെറ്റാക്കുവാണേ. മറ്റുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ കമ്പിളിയൊക്കെ ടോട്ടലി മാറി കേട്ടാ. അപ്പോൾ ഇതിലത്ത് ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. പിന്നെ പില്ലൊക്കെ ഉണ്ടാ, പില്ലോ അട്ടിമുട്ടി മാറി എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഒരു കവർ തന്നിട്ടുണ്ട്,
അതിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ എന്നൊക്കെ എഴുതി കാണാം. ലംഡിങ് ഡിവിഷൻ, അതുപോലെ തന്നെ കോച്ച് മെയിൻ്റനൻസ് ഡിപ്പോ ഗുവാഹട്ടിയാണ്. ഇതിൻ്റെ അകത്ത് 2 ഷീറ്റ് ഉണ്ട്. 2 ഷീറ്റും പിന്നെ ഒരു ടവൽ കൂടെ ഇതിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ടവൽ തന്നെയാണിത്. ഞാനുണ്ടല്ലോ കമ്പിളി ഏറ്റവും താഴെയാണ് വിരിച്ചത്. കുറേ പേര് ഇത് പുതക്കുന്നൊക്കെ ഉണ്ട്, ഞാനെന്തായാലും ഇല്ല. പിന്നെ ഈ ഒരു ഷീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റി ഷീറ്റാണ്. പിന്നെ ഇതിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ എന്നൊക്കെ എഴുതിയത് കാണാം. അതൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ വിരിക്കാനും ഒന്ന് പുതക്കാനും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് ആ ഒരു നമ്മുടെ ടവലും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞാണ് റെഡി ലൈറ്റ്, പിന്നെ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ ഇതുണ്ടോ, ഇതൊരു വേറെ വെറൈറ്റി സംഭവമാണ്. AC വെൻ്റാണ്. കിടക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ AC വേണം എന്നുള്ളവർക്ക് ഇത് ഇങ്ങോട്ടാക്കാം. ഞാനെന്തായാലും ആക്കില്ല, കാരണം ഇത് ആക്കിയിട്ടുണ്ടെങ്കിൽ മൂക്കടപ്പോ ജലദോഷം എന്തായാലും വരും. പിന്നെ വേറൊരു വലിയൊരു കാര്യം, പ്രൈവസി. ഇത്രയേ ഉള്ളൂ. നല്ല സുഖമല്ലേ, ഒരാളെ ശല്യം ഉണ്ടാവില്ല. ഇതെങ്ങനെ അറിയും, ഇത് ഇവിടുന്ന് പോവില്ല. ഇവിടെ ഇതാ ഈ പസേജ് ഇതെങ്ങനെ ഒട്ടിക്കാം. സെറ്റല്ലേ? രാത്രിയിൽ ഇപ്പോൾ മെയിൻ ലൈറ്റ് ഓഫാക്കിയതിന് ശേഷം ഇങ്ങനെയാണ് കാഴ്ച. അതിന് ശേഷം ഇവിടെ ഒരു നൈറ്റ് ലൈറ്റ് ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി വേറൊരു ലൈറ്റും കൂടി ഉണ്ട്. കണ്ട, വെറൈറ്റി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷറി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ഇങ്ങനെ മാറിയില്ലേ? ശരിക്കും ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടാ. 10:05 ട്രെയിൻ ഇപ്പോൾ ന്യൂ ഫറാക്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ട്രെയിൻ വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 10 മണി ആയപ്പോൾ തന്നെ നമ്മുടെ കോച്ചിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ഉറങ്ങി. ട്രെയിൻ ഇപ്പോൾ ഗംഗാ നദി ക്രോസ് ചെയ്യുകയാണ്. ഫറാക്ക ബാരേജ് ഇതൊരു ഡാം കൂടിയാണ്. ഇതിൻ്റെ ആകെ നീളം 2 കിലോമീറ്ററിന് മുകളിലാണ്. ഈ റെയിൽ ട്രാക്കും റോഡും ഒരുപോലെ തന്നെയാണ് പോകുന്നത്. കൂടുതലും ലോറികൾ തന്നെയാണ്. ഈ ഫറാക്ക ബാരേജ് ഇല്ലേ, ഇതുവഴി ഞങ്ങൾ കൂടുതലും പോയത് രാത്രിയിൽ തന്നെയാണ്. നല്ല രസമാണ്. ഈ വന്ദേ സ്ലീപ്പറിൻ്റെ ഈ ഒരു വിൻഡോ ക്ലിയർ അല്ല. പത്ത് 35 ട്രെയിൻ ഇപ്പോൾ മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തുകയാണ്. ഇവിടെ 10:50 വണ്ടി എത്തേണ്ടത്, എന്നിട്ട് 11 മണിക്ക് എടുക്കും. അതായത് 10 മിനിറ്റ് സ്റ്റോപ്പ്. വണ്ടി നേരത്തെ എത്തി. ഇനി ഒരുപാട് നേരം വണ്ടി ഇവിടെ നിൽക്കും. നമ്മുടെ കോച്ചിലേക്ക് ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറാനുണ്ട്. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഹൗറയിൽ നിന്ന് 6:20 വണ്ടി പുറപ്പെട്ടത്. ഇപ്പോൾ 10:35, അതായത് 4 മണിക്കൂർ 15 മിനിറ്റ്. ഈ സമയം കൊണ്ട് നമ്മുടെ വണ്ടി 330 കിലോമീറ്റർ ആണ് കവർ ചെയ്തത്. കൂടാതെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് ഒരു ബന്ധം കൂടി ഉണ്ട് ഒരു ട്രെയിൻ. അതായത് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഈ ഒരു സ്റ്റേഷനിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ജനുവരി 17 ഈ സ്റ്റേഷനിൽ ഇത് ഉദ്ഘാടനം ചെയ്തത്. गाड़ी संख्या 275575 हावड़ा कामाख्या एक्सप्रेस हावड़ा से चलकर न्यू जलपाईगुड़ी रोड, न्यू कूच देहर, रंगिया जंक्शन के रास्ते कामाख्या को जाने वाली प्लेटफॉर्म क्रमांक. ഇവിടെ കാമാക്കി എക്സ്പ്രസ് മാത്രമേ പറയുന്നുള്ളൂ. വന്ദേ ഭാരത് സ്ലീപ്പർ എന്നൊന്നും പറയുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഈ മാൽഡയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് പണിക്കൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് പേര് വിവേക് എക്സ്പ്രസിലും അറുണോ എക്സ്പ്രസിലും നേരിട്ട് കണ്ടവരാണ്. അതായത് ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇവിടുന്ന് കാണുന്നവരാണ്. ഈ ട്രെയിനിന് ന്യൂ ജൽപൈഗുഡി വഴിയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത്. പുലർച്ചെ 1:40 ഇത് അവിടെ എത്തുക. ഈ റൂട്ടിലെ പ്രധാന സ്റ്റേഷനും NJP തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ന്യൂ കുച്ച്ബിഹാർ പോകുന്നുണ്ട്, ന്യൂ അലിപൂർ ദുവാറൊക്കെ വഴിയാണ് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ നാളെ രാവിലെ ഉറങ്ങിയെഴുന്നേക്കുന്ന സമയത്ത് ട്രെയിൻ എന്തായാലും അസാമിലെത്തും. ഇനിയിപ്പോ നാളെ രാവിലെ മുതലുള്ള കാഴ്ചകളാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പോൾ 5:52 ട്രെയിൻ ഇപ്പോൾ അസാമിലേക്ക് എത്തി. ന്യൂ ബംഗൈഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തുന്നത്. 5:59 ട്രെയിൻ ഇതാ ന്യൂ ബംഗൈഗാവ് ജംഗ്ഷനിലെത്തി. ഇവിടെ
2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഒരുപാട് പേര് ഇവിടെ ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് റംഗിയ. കോച്ചിലേക്ക് കയറി വരുന്ന ഈ ഭാഗത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ വാഷ് ഏരിയ ഒക്കെ ഇവിടെയാണെന്ന്. പിന്നെ ഇവിടെയൊക്കെ ഒരു ETV ഉണ്ട്, അതായത് എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ്. അതായത് ഇതിന്റെ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ലോക്കോ പൈലറ്റിനോട് സംസാരിക്കാനുള്ളതാണ്. ഇത് പുഷ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ സംസാരിക്കുക, കാരണം ഇവിടെയാണ് മൈക്ക് ഉള്ളത്. അപ്പോൾ അതിന്റെ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ഇതാ ഈ ഭാഗത്തായിട്ടും കാണാം. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്ക്രീനൊക്കെ ഉണ്ട്, 8 എന്നൊക്കെ ഇത് കാണാം. ഇപ്പോഴത്തെ ആവറേജ് സ്പീഡ് എത്രയാണെന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലേ, ഈ ഭാഗത്താണ് കോച്ച് നമ്പറുകളും എത്ര ബെർത്തുകളുണ്ട്, പിന്നെ കാർ നമ്പർ ഏതാണ്, അതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റും. ഈ ന്യൂ ബൊങ്കായിഗാവുന്ന് കാമാക്കിയയിലേക്ക് 2 റൂട്ടുകളുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി പോകുന്നത് റാങ്കിയ വഴിയാണ്. ഇതുവഴി തന്നെയാണ് ഹർമോണി എക്സ്പ്രസ് ഒക്കെ പോകുന്നത്. പിന്നെ മറ്റൊരു റൂട്ട് വന്നാൽ ഗോൾപാറ വഴിയാണ്. വിവേക് എക്സ്പ്രസ് ഒക്കെ പോകുന്നത് അതുവഴിയാണ്. ഫസ്റ്റ് AC ഭാഗത്തെ ഒരു ടോയ്ലറ്റിലേക്ക് കയറുകയാണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ട കുളിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെയാണ്. ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഷവറൊക്കെ ഉണ്ട്. ഫസ്റ്റ് AC നമുക്ക് കുളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു നല്ല പരിപാടിയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇതുപോലെയുള്ള വണ്ടികളൊക്കെ വരണം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ആ ഒരു ഭാഗത്തേക്ക് സെറ്റ് പരിപാടി ഇതൊക്കെ. ഈ ഭാഗത്ത് മുഴുവനും നല്ല കോടയാണിത്. മുൻഭാഗത്തേക്കൊന്നും വ്യക്തമാവുന്നില്ല. ഈ സമയത്തൊക്കെ ലോക്കോ പൈലറ്റൊക്കെ ഇങ്ങനെയാണ് ഓടിച്ച് പോകുന്നത്, കാരണം സിഗ്നലൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്ത് വേറെ നല്ല തണുപ്പുണ്ട്, അത് വേറെ കാര്യം. അതെ, ഇവിടെ പിന്നെയും കുറച്ച് ക്ലിയർ ആയി. ഇപ്പോ ചില ഭാഗത്താണ് നല്ല രീതിയിലുള്ള ഫോഗ് ഉള്ളത്. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ, സമയമായിട്ടില്ല. ഇതുണ്ടോ, വീണ്ടും വന്നു. ഈ ആസാം ഭാഗത്തൂടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. നല്ല കാഴ്ചകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളം പോലെ തന്നെയാണ് ഈ ആസാം. രാവിലെ 6:30 കൊണ്ടുവന്ന് തന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒരു വാനില മഫിൻ ഉണ്ട്, ഇൻസ്റ്റൻറ്റ് മസാല ടീ മിക്സ് ഉണ്ട്, പിന്നെ ഇവിടെ യുണീബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഈ ഒരു ചെറിയൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് തന്നത്. പിന്നെ ഇതാ ചൂടുവെള്ളവും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. രാവിലെ വായിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ കൊണ്ട് തന്നിട്ടുണ്ട്. ദ ടെലിഗ്രാഫ് എന്നാണ് ഇതിന്റെ പേര്. 7:15 ട്രെയിൻ ഇപ്പോൾ റംഗിയ ജംഗ്ഷനിലേക്ക് ഇതാ എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനി അടുത്തത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള ഗുവാഹട്ടി. ഇനിയിപ്പം കുറച്ച് പോയ ഉടനെ തന്നെ നമ്മൾ ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്യും. ഈ സ്റ്റേഷനിൽ വരെ നല്ല കോടയാണ്. കഴിഞ്ഞ മാസം ജനുവരി 17 മാൽഡയിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഈ ട്രെയിനിന്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത്. ശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കൊമേഴ്ഷ്യൽ ജേണിയൊക്കെ കാമാക്കിയെന്ന് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസ് ഉള്ളത്. ഒരു ദിവസം ഓടുന്നില്ല. അതായത് കാമാക്കിയെന്ന് ഹൗറയിലേക്ക് ബുധനാഴ്ച ഓടുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ഹൗറയിൽ നിന്ന് കാമാക്കിയയിലേക്ക് വ്യാഴാഴ്ച ഓടുന്നില്ല. 14 മണിക്കൂറാണ് ഇത് ഹൗറയിൽ നിന്ന് കാമാക്കിയയിലേക്ക് ഓടിയെത്താനുള്ള സമയം ഇപ്പം ഇവർ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഉണ്ടല്ലോ, ഇതിന്റെ ടിക്കറ്റുമായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് പുതിയൊരു അപ്ഡേഷനാണ് ഇന്ത്യൻ റെയിൽവേക്ക് വന്നിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് സ്ലീപ്പർ ട്രെയിനിന്റെ കാര്യം മാത്രമാണ് അവൈലബിൾ ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് സീറ്റൊക്കെ കഴിഞ്ഞാൽ നേരെ പോകുന്നത് RAC-യിലേക്കാണല്ലോ. ശേഷം വെയിറ്റ് ലിസ്റ്റ്. ഇതിന് അവൈലബിൾ കഴിഞ്ഞാൽ നേരെ RAC എന്ന് പറഞ്ഞ സംഭവമില്ല. സൈഡ് ലോവർ ഉണ്ടെങ്കിൽ കൂടി RAC എന്ന് പറഞ്ഞ സിസ്റ്റമേ ഇതിലില്ല. അതായത് അവൈലബിളിലെ ടിക്കറ്റ് കഴിഞ്ഞ ഉടനെ നേരെ പോകുന്നത് വെയിറ്റ് ലിസ്റ്റിലേക്കാണ്. അപ്പം വെയിറ്റ് ലിസ്റ്റ് 1, 2, 3 ഒക്കെ ഉണ്ടാകുന്ന ചില സമയത്ത് കൺഫേം ആയേക്കാം. ചാർട്ട് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബെർത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വേറെ ഒന്നും ഇല്ല താനും. അതുപോലെ തന്നെ ഇനി കൺഫേം ആയില്ലെങ്കിൽ 60 രൂപ പിടിച്ചിട്ട് ബാക്കി റീഫണ്ടും കിട്ടും. ട്രെയിൻ ഇതാ ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്യുകയാണ്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്ന് ആണിത്. ഈ പാലത്തിന്റെ നീളം 1 കിലോമീറ്ററിലധികമാണ്. അസാം ഭാഗത്ത് ഫ്ലഡ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നദി തന്നെയാണ് ഈ
ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഈ പാലത്തിന്റെ പേര് സറൈഘട്ട് എന്നാണ്. അതിലൂടെയാണ് റോഡ്. കൊൽക്കത്തയിലെ ഹൗറയിൽ നിന്നും 966 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ പിത ആസാമിലെ കാമാക്യ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 8:20 ഇവിടെ എത്തേണ്ടത്. 8:07 വണ്ടി എത്തി. വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് വന്നു. ഈ വണ്ടി ഇന്ന് വൈകുന്നേരം 6:15 തിരിച്ച് ഹൗറയിലേക്ക് തിരിച്ചു പോവുക. മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേസ്. ഇതിൻ്റെ കുറച്ച് ഡോറുകളൊക്കെ ക്ലോസ് ആയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തന്നെയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഗുവാഹത്തിയുടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് കാമാക്യ. സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് കാമാക്യ ദേവീക്ഷേത്രത്തിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വണ്ടികളൊക്കെ ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഈ പുറത്ത് തന്നെയാണ് ടാക്സി സ്റ്റാൻഡൊക്കെ വരുന്നത്. പുറത്തേക്കുള്ളൊരു വഴി ഇതിലൂടെയാണ്. ഇന്ന് വന്ദേ ഭാരത് സ്ലീപ്പറിൽ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കേരളത്തിന് 3 വന്ദേ ഭാരത് സ്ലീപ്പറുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതിന്റെ റൂട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് മംഗളൂരിൽ നിന്ന് തുടങ്ങി പാലക്കാട് വഴി നേരെ ചെന്നൈയിലേക്ക്, രണ്ടാമത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വഴി നേരെ ബാംഗ്ലൂരിലേക്ക്. ഈ 2 വണ്ടിനെക്കാട്ടിയും കൂടാതെ തന്നെ അത്രയും പ്രയോറിറ്റി ആയിട്ട് നമുക്ക് വേണ്ട ഒരു വണ്ടിയുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ മാത്രം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക്, അത് മംഗളൂരു ഭാഗത്തേക്കായാലും കുഴപ്പമൊന്നുമില്ല. ഈ 3 വണ്ടികളും നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയും ഡിമാൻഡ് ആയിരിക്കും അല്ലേ? ഡിമാൻഡ് ആയിരിക്കും, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലത്തെ ആദ്യത്തെ വന്ദേ ഭാരത് വന്ന സമയത്തും ആദ്യം പല വാർത്തകൾ വന്നാലും അതിൽ മൊത്തം ഫുൾ എപ്പോഴും വെയിറ്റ് ലിസ്റ്റ് ആണല്ലോ. അതെ, എന്തായാലും ഉപകാരപ്പെടും. ഇനിയിപ്പോ ഇവിടുന്ന് ഗുവാഹട്ടിയിലേക്ക് 6 കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത്. അപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.